നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ MLA PK ശശിയെ CPM-ൽ നിന്ന് പുറത്താക്കി. CPM സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതായി പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അറിയിച്ചു. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ശശി തെളിയിക്കണമെന്നും ശരിയാണെന്ന് തെളിയിക്കാനായാൽ രാഷ്ട്രീയ ജീവിതം മതിയാക്കുമെന്നും സുരേഷ് ബാബു വെല്ലുവിളിച്ചു. അതേസമയം ദീർഘകാലമായി തുടർന്നു വന്നിരുന്ന CPM ബന്ധം അവസാനിപ്പിച്ചുവെന്നും മാനസിക പ്രയാസം നേരിടുന്നുവെന്നും PK ശശി പ്രതികരിച്ചു. മദ്യപാന സദസ്സിൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന അവസ്ഥയാണ് CPM-ൽ ഉള്ളതെന്നും നടക്കുന്നത് വിമത കൺവെൻഷൻ അല്ല, വിപ്ലവകാരികളുടെ കൺവെൻഷനാണെന്നും CPM വിവിധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശശി ആഞ്ഞടിച്ചു. കൺവെൻഷൻ കണ്ട് CPM നേതൃത്വം തെറ്റിതിരുത്താൻ തയ്യാറാകണം, തിരുത്തിയാൽ പാർട്ടിക്കൊപ്പം നിൽക്കും. ജില്ലയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അർപ്പണ ബുദ്ധിയോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കാൻ ത്രാണിയുള്ള ഒരു പടയുടെ മുഖം കാണണമെങ്കിൽ ഈ കൺവെൻഷനിലേക്ക് നോക്കണം. പണപ്പിരിവിന് ഒരു കുറവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്രയേറെ പണപ്പിരിവുണ്ടായ കാലമില്ല. എത്രയോ മഹാന്മാരിരുന്ന കസേരയാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ കസേര. EK ഇമ്പിച്ചി ബാവ, PP കൃഷ്ണൻ, V ശിവദാസ മേനോൻ തുടങ്ങിയ നിരവധി ജനകീയ നേതാക്കന്മാരിരുന്ന കസേരയിലാണ് ഇപ്പോൾ ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നതെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ശശി ആരോപിച്ചു. CPM വിമത കൺവെൻഷനിലേക്ക് എത്തിയ ശശിക്ക് ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ഇറാനെതിരായ ആക്രമണങ്ങൾക്കായി US ഇന്ത്യൻ നാവികതാവളങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന പ്രചാരണങ്ങൾ തള്ളി ഇന്ത്യ. ഇത്തരം അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണങ്ങളിൽ തങ്ങളുടെ തുറമുഖങ്ങളും നാവിക താവളങ്ങളും നശിപ്പിക്കപ്പെട്ടതിനാൽ US നേവിക്ക് ഇന്ത്യൻ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുവെന്നായിരുന്നു മുൻ US ആർമി കേണൽ ഡഗ്ലസ് മാഗ്രഗർ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പരാമർശിച്ചത്. എന്നാൽ ഈ പ്രസ്താവന പൂർണ്ണമായും തെറ്റാണെന്നും ഇത്തരം കെട്ടിച്ചമച്ച കാര്യങ്ങൾ വിശ്വസിക്കരുതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് US അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലായ IRIS ദേന മുങ്ങിയ 87 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെതിരായാണ് ആക്രമണങ്ങൾക്ക് US നാവികസേന ഇന്ത്യയുടെ നാവിക താവളങ്ങൾ ഉപയോഗിക്കുന്നതായുള്ള പ്രചാരണങ്ങൾ വന്നത്. G സുധാകരന് പരിഭവമുണ്ടെന്നും G സുധാകരനിൽ നിന്ന് CPM-നോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും ഉണ്ടാകില്ലെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി. കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചില പ്രയോഗങ്ങളിലെ പരിഭവം പങ്കുവച്ചതാണെന്നും സുധാകരനെ CPM നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെന്നും G സുധാകരന്റെ അനുഭവ സമ്പത്തും കഴിവും ഇടതുമുന്നണിക്ക് സഹായകരമായി അദ്ദേഹം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. അതേസമയം G സുധാകരനുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും CPM-ഉം സുധാകരനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിൽ ഇടപെടാനില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെച്ച് രാജ്യസഭയിലേക്ക് മത്സരിക്കും. നിതീഷ് കുമാർ രാജിവെക്കുന്നതോടെ മുഖ്യമന്ത്രി പദം BJP ഏറ്റെടുക്കും. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയാകും. നിതീഷ് കുമാറിന്റെ ആരോഗ്യം മോശമായ സാഹചര്യത്തിൽ JDU-യും BJP-യും കൂടിയാലോചിച്ചാണ് തീരുമാനമെന്നാണ് സൂചന. അതേസമയം നിതീഷ് കുമാർ മാറുന്നതിൽ JDU-വിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിതീഷിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി പ്രവർത്തകരെത്തി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റുകളിൽ വിജയിച്ച സഖ്യം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തിയത്. സഖ്യത്തിൽ BJP മാത്രം 89 സീറ്റുകളാണ് നേടിയത്. JDU 85 സീറ്റുകളും സ്വന്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ കുവൈത്ത് തീരത്ത് നങ്കൂരമിട്ടിരുന്ന ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ. കുവൈത്തിലെ മുബാറക് അൽ കബീർ തുറമുഖത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് സംഭവം. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ടാങ്കറിൽ നിന്ന് എണ്ണ കടലിലേക്ക് ഒഴുകുന്നുവെന്നും ഇത് ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കിയേക്കാമെന്നും ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കപ്പലിന്റെ ഇടതുഭാഗത്ത് വലിയൊരു സ്ഫോടന ശബ്ദം കേൾക്കുകയും തൊട്ടു പിന്നാലെ ഒരു ചെറിയ ബോട്ട് വേഗത്തിൽ പോകുന്നത് കണ്ടുവെന്നും കപ്പലിലെ ജീവനക്കാരെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതേസമയം തങ്ങളുടെ ഔദ്യോഗിക സമുദ്രപരിധിക്ക് പുറത്താണ് കപ്പലെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ പിടിമുറുക്കി ഹൈക്കോടതി. കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും 10 ദിവസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഓഡിറ്റർ പറഞ്ഞു. കണക്കുകൾ തയ്യാറാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയ വിജയൻ അസോസിയേറ്റിനെ കോടതി കക്ഷി ചേർത്തിരുന്നു. വ്യാഴാഴ്ച എല്ലാ രേഖകളുമായി നേരിട്ട് ഹാജരാകണമെന്ന് ഓഡിറ്ററോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റർ ഹാജരായത്. അയ്യപ്പ സംഗമം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കണക്ക് അവതരിപ്പിക്കാൻ വൈകുന്നതിനെ കോടതി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തയ്യാറാക്കിയ കണക്ക് സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹാജരാക്കിയില്ലെങ്കിലും കണക്കുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയിരുന്നു. കാനഡയിലെ ഒന്റാറിയോയിൽ ഇന്ത്യൻ വംശജയായ യൂട്യൂബർ കുത്തേറ്റ് മരിച്ചു. പഞ്ചാബ് സ്വദേശിനി നാൻസി ഗ്രവാളാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9:30-ഓടെയാണ് നാൻസിയെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
വീടിന്റെ മുൻവാതിലിലേക്കുള്ള പടികളുടെ പരിസരത്ത് നിന്നും പോലീസ് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന നാൻസി പഞ്ചാബിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതികളായ KSU നേതാക്കളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കരിങ്കൊടി പ്രതിഷേധം മാത്രമെന്നും വധശ്രമം നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും കൂടുതൽ പേർ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും കോടതിയിൽ വാദിക്കുകയായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നതിനിടയിൽ ആക്രമിച്ചുവെന്നാണ് കേസ്. എലത്തൂർ സീറ്റിനെ ചൊല്ലി NCPയിൽ തർക്കം രൂക്ഷമാകുന്നു. 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച AK ശശീന്ദ്രൻ സ്വയം ഒഴിയണമെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ PC ചാക്കോ ആവശ്യപ്പെട്ടത്. എന്നാൽ മത്സര രംഗത്ത് നിന്നും സ്വയം മാറില്ലെന്നും പാർട്ടിക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വാക്കേറ്റമുണ്ടായിരുന്നു. അതേസമയം ഈ മാസം 9-ന് വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. CPMന് വ്യക്തമായ മുൻതൂക്കമുള്ള എലത്തൂർ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.